നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി നീതി നിഷേധമാണെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ദിലീപ് ജയിലിൽ കിടന്നത് വലിയ കാര്യമാണ്. 8 മാസത്തെ ജയിൽവാസമാണ് അയാൾക്കുള്ള ശിക്ഷ. അന്വേഷണം നേരായ ദിശയിലായിരുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി ഇടപെട്ടു. മേൽക്കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെ അജിത പറഞ്ഞു. ഈ വിധി അത്യന്തം നീതി നിഷേധമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകൾ ഇഷ്ടം പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹാഷ്ടാഗും മെമ്മറി കാർഡിൻ്റെ കാര്യങ്ങളും വളരെ ഗോപ്യമായി സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ്. പിന്നെ പല വിദേശികളുടെ കയ്യിൽ പോലും ഉണ്ടെന്നുള്ളത് പിന്നീട് നമുക്ക് അറിയുന്നത്. അതാദ്യം എത്തുന്നത് ഈ 8-ാം പ്രതിയുടെ കയ്യിലാണ്. ഇതൊക്കെ തന്നെ തെളിവുകൾ തന്നത് അന്തരിച്ച ബാലേന്ദ്രകുമാറാണ്. അദ്ദേഹം വളരെ നീതിപൂർവം മൊഴി കൊടുക്കുകയും ആ മൊഴി ജഡ്ജിൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മാത്രമല്ല പലതരത്തിലും പൾസർ സുനിക്ക് പൈസ കൊടുക്കുന്ന കാര്യവും അവരോട് ഫോണിൽ സംസാരിക്കുന്നതും അവർ തമ്മിൽ വില പേശുന്നതും ഇതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഓർമ്മയില്ല. പക്ഷേ തെളിവുകളില്ലാത്തത് കൊണ്ടല്ല ഈ വിധി വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾ ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പണമോ മറ്റു തരത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനങ്ങളോ എന്തൊക്കെയാണ് കളിച്ചതെന്നുള്ളത് പിന്നീട് ചരിത്രം പറയും.